ഹായ്. അവിടെ വലിയ പുരുഷപ്പ് അടിക്കാൻ പറ്റും എല്ലാരും എന്താ നടക്കുന്ന പോലും മനസ്സിലാവാതിരിക്കുകയാണെന്ന് തോന്നുന്നു. പാവ രാവിലെ ആകാശം വെൽക്കം ടു ഗോവ. ഭയങ്കര മഴയാണ്. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world, broken but strong, gotta move on. You're not a bakery of life, equip my soul, find the real gold, I'll fulfill what I started. ഇന്ന് ഞങ്ങളുടെ കോളേജിന്റെ ഓൾ ഇന്ത്യ ടൂറിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഗുജറാത്തിലാണ് പോകുന്നത്, അഹമ്മദാബാദിലേക്ക്. സോ ഇതൊരു വലിയൊരു ജേർണി ആയിരിക്കും. അതിൽ ഫസ്റ്റ് പാർട്ടായിരിക്കും ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് വെറാവൽ എക്സ്പ്രസ്സിലാണ്. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് വെറാവൽ ജംഗ്ഷൻ വരെയുള്ള 16334 നമ്മളിന്ന് പോകാൻ പോകുന്നത്. സോ അവിടെ എല്ലാവരും ഉണ്ട്, നമ്മുടെ കോളേജിലെ എല്ലാ ആൾക്കാരും അവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. സോ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. സ്ലീപ്പറിൽ S8 നമ്മൾ കയറാൻ പോകുന്നത്. അപ്പം ഇനി ട്രെയിൻ വെച്ചിട്ട് നമുക്ക് കാണാം. LHB കോച്ചാണ്, VAP 7 ആണ് ലോക്കോ. സോ അണ്ടർസൗണ്ടിലൊക്കെ നല്ല തിരക്കുണ്ട്. നമ്മൾ പോകാൻ പോകുന്നത് സ്ലീപ്പറിലാണ്. അതുകൊണ്ട് S8 ഇവിടെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമ്മുടെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ടാറ്റാ. അപ്പോൾ കൊല്ലം ജംഗ്ഷന് ബൈ ബൈ, ടാറ്റാ. സോ ഗൈസ്, നമ്മൾ ട്രെയിനിൻ്റെ അകത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു. പെരുന്നാൾ കഴിഞ്ഞ് മൺട്രോത്തുരുത്ത് എത്താറായി. സോ ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു LHB കോച്ചിലുള്ള ട്രെയിനാണ്. ഫുൾ LHB റേറ്റ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് സ്ലീപ്പർ കോച്ചിലാണ്. VAP 7 ആണ്. ഞാൻ ഏത് ലോക്കോ ഷെഡ് ഞാൻ കണ്ടില്ല. സോ സ്ലീപ്പറിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്ലീപ്പറിൻ്റെ അവസ്ഥ. ഹായ്, ഇതെല്ലാം നമ്മളെ ഫ്രണ്ട്സാണ്. ഹരി, സോ ഇതാണ് സ്ലീപ്പർ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അവിടെ ഫുള്ള് ഐ തിങ്ക് ഈ ഒരു കോച്ച് ഫുള്ളും നമ്മുടെ കോളേജർ ഒക്കുപ്പൈ ചെയ്തേക്കാണ്. സോ എല്ലാ കോച്ചിലും ചാർജിങ് സോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ചാർജിങ് സോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ 2 പേർക്ക് ഒരു ചാർജിങ് സോക്കറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ സാധാരണ സ്ലീപ്പർ കോച്ച്. പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ICF കോച്ചിൻ്റെ അത്രയും പ്രശ്നമൊന്നുമില്ല. ബട്ട് LHB ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുറത്ത് നല്ലൊരു കാഴ്ച ഇവിടെ ഉണ്ട്. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world, broken but strong, gotta move on. You're not a bakery of life, equip my soul, find the real gold, I'll fulfill what I started. അപ്പം നമ്മൾ കായംകുളം സ്കിപ്പ് ചെയ്യാണ്. സ്കിപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ നേരെ മാവേലിക്കര റൂട്ടിലോട്ട് പോകും. കായംകുളത്തിനെ ജംഗ്ഷൻ എന്ന് വിളിക്കാൻ കാരണം നിങ്ങൾ ആ കാണുന്ന ആ ഒരു ടേണിംഗ് ആണ്. കായംകുളത്ത് നിന്ന് നമുക്ക് 3 റൂട്ടുണ്ട്. ഒന്ന് ട്രിവാൻഡ്രം റൂട്ട്, നമ്മളിപ്പോൾ വന്ന വഴി, കൊല്ലത്ത് നിന്ന് വന്ന വഴി. ഇനി ഇതാ നേരെ ആ കാണുന്ന റൂട്ടുണ്ടോ ഇടത്തോട്ട് വളഞ്ഞു പോകുന്നത്, അത് ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടാണ്. അമ്പലപ്പുഴ, ആലപ്പുഴ, ചേർത്തല വഴി എറണാകുളം ജംഗ്ഷനിലേക്ക് ഇത് എത്തിച്ചേരും. പക്ഷെ നമ്മളിപ്പോൾ വലത്തോട്ടാണ് തിരിഞ്ഞു പോകാൻ പോകുന്നത്. വലത്തോട്ട് തിരിയുമ്പം നമ്മൾ കോട്ടയം വഴിയാണ് എറണാകുളം ടൗണിലേക്ക് എത്തും. മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല ആ റൂട്ടിലൊക്കെയാണ് നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത്. അതാണ്ട് ആ കാണുന്ന റൂട്ടാണ് ആലപ്പുഴയിലോട്ട് പോകുന്നത്. നമ്മൾ ആലപ്പുഴ റൂട്ടിന് ടാറ്റ പറയാണ്. ബൈ. ഇപ്പോൾ നമ്മൾ
കോട്ടയം റൂട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. വന്ദേ ഭാരതൊക്കെ പോകുന്നത് ഈ റൂട്ടിലാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള വന്ദേ ഭാരതൊക്കെ പോകുന്നത് ഈ ഒരു റൂട്ടിലൂടെയാണ്. നമുക്ക് ഒരു ക്രോസ് ഓവർ കിട്ടുമായിരിക്കും, നമുക്ക് നോക്കാം വന്ദേ ഭാരത് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഒരു എറണാകുളമൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടണം എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ മാവേലിക്കരയിൽ എത്തിയിരിക്കുകയാണ്. സോ കായംകുളം പോലും നിർത്താതാണ് ഇവിടെ വന്ന് നിർത്തിയിട്ടേക്കുന്നത്. സോ മാവേലിക്കര കൊച്ചു സ്റ്റേഷനാണ്. ഇവിടെ 1, 2, 3 പ്ലാറ്റ്ഫോമാണ് നോർമലി ഉള്ളത്. ജംഗ്ഷനൊന്നുമല്ല. ഇത് നമ്മുടെ കോട്ടയം ലൈനിൽ വരുന്ന ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ്, കായംകുളം കഴിഞ്ഞത്. പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. 1 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. 5:40 ആയിട്ടുണ്ട്. ട്രിവാൻഡ്രം വരെ പോകുന്ന വയനാട് എക്സ്പ്രസ്. നമ്മളിപ്പോൾ എല്ലാവരും വന്ദേ ഭാരത് എക്സ്പ്രസ് ക്രോസിംഗ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ ഈ ഒരു കോട്ടയം ലൈനിൽ നമ്മളിപ്പോൾ വന്ദേ ഭാരത് ട്രിവാൻഡ്രത്തോട്ട് ഫേസ് ചെയ്യുന്ന വന്ദേ ഭാരത് ഇപ്പോൾ വരുന്നതായിരിക്കും. ഇപ്പോൾ അത് എറണാകുളം നോർത്ത്, എറണാകുളം ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു തൃപ്പൂണിത്തറയൊക്കെ അടുപ്പിച്ച് ആകുമ്പോഴത്തേക്ക് ക്രോസ് ഓവർ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ക്രോസ് ഓവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ ഗോപിക. തൊട്ടിപ്പുറത്ത് ആദ്യത്തും അതിരും അവിടെ താമല്ല പുഷപ്പ് അടിക്കാൻ പറ്റും ജിംനാസ്യാളം തെളിക്കുന്ന സകല് അത് കണ്ട് അന്തം വിട്ടേക്കുന്ന ജുഗുനു. എന്താണ് ഇവിടെ നടക്കുന്നത് പോലെ അറിയാൻ പറ്റാത്ത മീറ വാ വിളിച്ചിരിക്കുന്ന ഡെലനോയ്. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വന്ദേ ഭാരത് കാണാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. വിത്തിൻ മിനിറ്റ്സ് വന്ദേ ഭാരത് നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ ക്രോസ് ചെയ്യുന്ന വീഡിയോ. സോ എല്ലാവരും വന്ദേ ഭാരത് വരുന്നുണ്ട്. ആ കാണുന്നത് നിലമ്പൂരിൽ നിന്ന് കോട്ടയത്തോട്ട് പോകുന്ന എക്സ്പ്രസ്സാണ്. നമുക്ക് ഈ ഒരു ട്രെയിൻ കാരണം ഏകദേശം ഒരു 20 മിനിറ്റോളം എറണാകുളം ടൗണിൻ്റെ ഔട്ട്സ്കേർട്സിൽ പിടിച്ചു കയറ്റുന്നതായിരിക്കും. ഇത് എടപ്പള്ളി നിന്നപ്പോൾ തൊട്ടൊക്കെ നമ്മൾ ഇവിടെ എറണാകുളം ടൗണിൻ്റെ ഔട്ടറിൽ നിൽക്കുകയാണ്. ഫൈനലി അത് ഇവിടെ വന്നു. നമ്മളിപ്പോൾ എറണാകുളം നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിത്തിൻ മിനിറ്റ്സ് നമ്മൾ നോർത്ത് പ്രവേശിക്കുന്നതായിരിക്കും. എറണാകുളം ടൗൺ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 8 മണിയായി. ഓൺ ടൈമാണ് പോയിരിക്കുന്നത്. 8:00. അതിന് ഡിലേ ഒന്നും ഇവരുണ്ടായിട്ടില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളുള്ളത് മംഗളൂരുവിലാണ്, മംഗളൂരു ജംഗ്ഷനിലാണ്, സെൻട്രലല്ല. നമ്മുടെ ട്രെയിൻ ഇവിടെ വളരെ നേരത്തെ എത്തിയിട്ടുണ്ട്. മണി ഇപ്പോൾ ഏകദേശം 3:45. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ 3:45, ബട്ട് ട്രെയിൻ എത്തിയത് രാവിലെ 3:28-നൊക്കെയാണ്. അപ്പോൾ
4:05 എത്തേണ്ട ട്രെയിൻ 3:28 എത്തിയിരിക്കുന്നത്. സോ 4:10 സ്കെഡ്യൂൾഡ് ടൈം ഡിപ്പാർച്ചറിനുള്ള. അപ്പോൾ അതുവരെ എന്തായാലും ട്രെയിനിന് വെയിറ്റ് ചെയ്തേ പറ്റൂ. നേരത്തെ വന്നെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ 5 മിനിറ്റ് ഹോൾട്ട് കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇവിടെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഡേ ലൈറ്റിലായിരുന്നിട്ട് പോലും. കാരണം വൈകിട്ട് നമുക്ക് ഒരുപാട് തിരക്കായിപ്പോയി. കോളേജ് ടൂർ ആയതുകൊണ്ട് തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളും പിന്നെ അതേപോലെ പലരുമായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ബാഗും മറ്റ് കാര്യങ്ങൾ ലഗേജൊക്കെ പലയിടത്തും കിടക്കുന്ന കാരണം അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് എല്ലാം ശരിയാക്കി വന്നപ്പോഴത്തേക്കും പല സ്റ്റേഷനും കഴിഞ്ഞു. ഞാൻ നോക്കിയപ്പം ഷൊർണൂർ കഴിഞ്ഞു, പട്ടാമ്പി കഴിഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞു. കോഴിക്കോടൊക്കെ രാത്രിയൊക്കെ ആയി. പിന്നെ ഞാനൊക്കെ അധികം നൈറ്റ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും രാവിലെ ആയല്ലോ, ഇനി നമുക്കങ്ങോട്ട് നല്ലൊരു ജേർണി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ബേസിക്കലി കൊങ്കൺ റെയിൽവേ എൻ്റർ ചെയ്തിരിക്കുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റെയിൽവേ റൂട്ടായിരിക്കും. എനിക്കെന്നല്ല, എല്ലാ റെയിൽ ഫാൻസിൻ്റെയും അവരുടെ ഫേവറേറ്റ് റൂട്ട്സുകളിലൊന്നാണ് കൊങ്കൺ റെയിൽവേ. അപ്പോൾ ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ വരുന്നത്. ഞാൻ ആകെ ഈ ഒരു ലൈനിൽ, അതായത് കേരളത്തിൻ്റെ ഇങ്ങനെയുള്ള കേരളം മൊത്തത്തിലുള്ള ലൈനില്ലേ, ട്രിവാൻഡ്രം ടു കാസർഗോഡ് ലൈൻ, അവിടെ ഞാൻ കാഞ്ഞങ്ങാട് വരെ വന്നിട്ടുള്ളൂ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടും പിന്നെ മറ്റു കാര്യങ്ങളായിട്ടൊക്കെ. സോ കാഞ്ഞങ്ങാട് കഴിഞ്ഞു, കാസർഗോഡ് കഴിഞ്ഞു, ഇപ്പം ഏകദേശം നമ്മൾ മാംഗ്ലൂരായി. അപ്പം 4:10 വരെ ഞാനിവിടെ ചുമ്മാ അവിടെ കറങ്ങി തിരിഞ്ഞ് കിടക്കും. ಪ್ರಯಾಣಿಕರೇ ದಯವಿಟ್ಟು ಗಮನಿಸಿ, ರೈಲುಗಾಡಿ ಸಂಖ್ಯೆ 1634 ತಿರುವನಂತಪುರಂ ಸೆಂಟ್ರಲ್ ನಿಂದ ವೇಲವೇಲ್ ವರೆಗೂ ಹೊರಡುವ ತಿರುವನಂತಪುರಂ ಸೆಂಟ್ರಲ್ ವೇಲವೇಲ್ ಎಕ್ಸ್ಪ್ರೆಸ್ ಪ್ಲಾಟ್ಫಾರ್ಮ್ 1 ರಲ್ಲಿ ಬಂದು ಸೇರಿದೆ. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഡേ 2 ഡേ ലൈറ്റൊക്കെ എത്തി. നമ്മൾ മാംഗ്ലൂരിൽ നിന്ന് ഞാൻ പറഞ്ഞു ഡേ ലൈറ്റ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിജൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കർണാടകയിലെ മൂകാംബിക റോഡിന്, ബൈന്ദൂർ മൂകാംബിക റോഡിൽ. അവിടെ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഇപ്പുറത്താണ്. സോ ട്രെയിൻ അൺസ്കെഡ്യൂൾഡായിട്ട് ഇവിടെ ഹോൾട്ട് ചെയ്ത് നിർത്തിയിട്ടേക്കാണ്. ക്രോസിംഗ് ഉണ്ട്, എനിക്ക് തോന്നുന്നു മത്സ്യഗന്ധ എക്സ്പ്രസ് ആയിട്ടായിരിക്കും ക്രോസിംഗ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഗോപിക അടുത്ത് ഇപ്പോൾ ഉണ്ട്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാതിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ രാവിലെ എണീച്ചിട്ട് ആകെ ഉള്ളൊരു പുകമയായിട്ടിരിക്കുകയാണ്. പിന്നെ കൊങ്കൺ റെയിൽവേസിൻ്റെ ബ്യൂട്ടി അത് ഈ ഒരു ടൈമിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് മൺസൂൺ രാവിലെ അതിരാവിലെ ടൈമൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിളെയും പിടിച്ച് ഞാൻ വെളിയിൽ ഇറക്കിയത്. സോ നമ്മൾ ബിജു റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. ആൾക്കാരൊക്കെ ഇറങ്ങിക്കുകയാണ്, കാരണം കുറച്ച് സമയമെടുക്കും. മത്സ്യഗന്ധ എക്സ്പ്രസ് ഞാൻ നോക്കിയപ്പോൾ ബൈന്ദൂർ മൂകാംബിക റോഡ് ആയതേ ഉള്ളൂ. പിന്നെ ഒരു ട്രെയിനും കൂടെ ക്രോസിംഗ് ഉണ്ട്, അത് ഗാന്ധിധാമിൽ നിന്ന് തിരുനെൽവേലിക്കോട്ട് പോകുന്ന ട്രെയിനാണ്. ബട്ട് അത് കുറച്ച് മുമ്പേ നിൽക്കുകയാണ്, ഇതിപ്പം വരില്ലെന്ന് തോന്നുന്നു. നമുക്ക് മത്സ്യഗന്ധ എക്സ്പ്രസ് ക്രോസിംഗ് കഴിയുമ്പോഴത്തേക്ക് വണ്ടി എടുക്കും എന്നാണ് പ്രതീക്ഷ. ക്രോസ് ചെയ്യാനുള്ള ട്രെയിനിൻ്റെ സിഗ്നൽ ഗ്രീനായി. സോ മത്സ്യഗന്ധ എക്സ്പ്രസ് ഇതിലൂടെ ക്രോസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. WG5E കൊണ്ട് ലീഡ് ചെയ്യപ്പെട്ട
മത്സ്യഗന്ധ എക്സ്പ്രസ് ആണ് നിങ്ങൾ കണ്ടത്. ലോക്മാന്യ തിലകിൽ നിന്ന് മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ്. അങ്ങനെ നമ്മുടെ ട്രെയിനും പുറപ്പെട്ട് കഴിഞ്ഞു. വളരെ ലേറ്റായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. 7:22 മൂകാംബിക റോഡ് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. സോ ബൈ ബൈ ടു ബിജു. Fire went out, lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You are not a bakery of life. With my soul, find the real gold. I'll fulfill all I started. മൂകാംബിക റോഡ് ബാംഗ്ലൂർ ഇവിടെ വരെയാണ്. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഒരു ടണലിലേക്കായിരിക്കും. ആ ടണൽ ഭയങ്കര നീളമുള്ളൊരു ടണലാണ്. എത്രയോ കിലോമീറ്റേഴ്സ് നീളമുള്ളതാണ്. എത്രയാണെന്ന് അറിയില്ല. ഞാൻ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ്. സോ ഞാൻ പലരുടെയും പറഞ്ഞു കേട്ടതനുസരിച്ച് ഗൂഗിൾ മാപ്സിലൊക്കെ നോക്കിയപ്പോൾ കണ്ടതാണ്. നമുക്ക് കൊങ്കൺ റെയിൽവേസിൽ കർണാടകയിലെ ആദ്യത്തെ ടണൽ പ്രവേശിക്കാൻ പോകുകയാണ്. ഐ തിങ്ക് നമ്മൾ ഒന്ന് പുറകിലോട്ടൊക്കെ നിൽക്കാം. കാരണം ഏതോമാരെങ്കിലും ഫോൺ അടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ടണൽസിലേക്ക് ഇരുട്ടേണ്ട ആരും അറിയില്ല. അപ്പോൾ അതാണ്ട് നമ്മുടെ ടണൽ നമ്പർ 1 മൂകാംബിക ടണൽ ബാംഗ്ലൂർ ടണൽ. Lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started.
ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ അങ്കോളയിലാണ് വന്നിട്ടുള്ളത്. വളരെ നേരത്തെ തന്നെയാണ് ട്രെയിൻ എത്തിയിരിക്കുന്നത്, എപ്പോഴത്തെയും പോലെ തന്നെ. 9 മണിക്ക് എത്തേണ്ട ട്രെയിനായിരുന്നു. ഇപ്പോൾ സമയം 8:40 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 9 മണിക്ക് എത്തിയിട്ട് 2 മിനിറ്റ് ഹോൾട്ടിന് ശേഷം 9:02 എടുക്കേണ്ട വണ്ടിയാണ്. സോ എന്തായാലും 9:02 എടുക്കുകയുള്ളൂ. നമ്മൾ 8:40 എത്തിയെന്ന് പറഞ്ഞ് നേരത്തെ എത്തിയാലും 9:02 കഴിയാതെ എടുക്കില്ല. സോ നല്ല വൈബാണ് ഈ സ്ഥലം ഫുള്ളും. ഒരു ചെറിയ മഴയൊക്കെ ചെറിയ ചാറ്റൽ മഴയായിരുന്നു. ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫുള്ള് മോയിസ്റ്റായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെയിലുണ്ടെങ്കിലും ആ ഒരു തണുപ്പ് ഫീലിംഗ്, ലൈക്ക് ഇതൊരു മിക്സ്ഡാണ്. വെയിലുണ്ട്, മഴയുണ്ട്, തണുപ്പുണ്ട്. നിങ്ങൾ വന്ന് കണ്ട് ആസ്വദിച്ച് തന്നെ ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് അങ്കോള. സഹ്യപർവ്വതത്തിൻ്റെ മടിത്തട്ടിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. ആ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് മലനിരകളാണ്. നമ്മൾ വന്ന വഴി മൊത്തം നല്ല മലകൾ ഒരുപാടുണ്ടായിരുന്നു. അവിടെയൊക്കെ മലകളുണ്ട്. ഫോക്കസ് ഓക്കെ. ഇനി ഒരു സ്റ്റേഷനും കൂടെ ഉള്ളൂ, ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ കർണാടകയിൽ. നമുക്ക് സ്റ്റോപ്പ് കാർവാറാണ്. കാർവാർ കാണേണ്ട ഒരു സ്ഥലം, നല്ലൊരു സ്ഥലമാണ് കാർവാറും. അപ്പം ഈ റൂട്ടെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്തായാലും എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു കൊങ്കൺ റെയിൽവേ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. എന്തായാലും കോളേജിലെ ടൂറ് നമ്മൾ ഈ വഴി ആയതുകൊണ്ട് എനിക്കത് സാധിക്കാൻ പറ്റി. അപ്പോൾ 9:02 വരെ നമ്മളിവിടെ അങ്കോളയിൽ തുടരും. രാവിലെ എല്ലാവരും എണീറ്റിട്ടേ ഉള്ളൂ. അങ്കോളയിൽ നിന്ന് കറക്റ്റ് 9:02 തന്നെ വണ്ടി എടുത്തു. ഇപ്പോൾ വരെ എല്ലാം കൃത്യ ടൈമിലാണ്. ഡിപ്പാർച്ചറൊക്കെ അറൈവൽ ഇച്ചിരി നേരത്തെ ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒന്നും ലേറ്റ് ആവുന്ന ലക്ഷണമില്ല. ഇനി അടുത്ത സ്റ്റേഷൻ കാർവാറാണ്. കാർവാറാണ് കർണാടകയിലെ നമ്മുടെ ഈ റൂട്ടിലുള്ള അവസാനത്തെ സ്റ്റോപ്പ്. അവസാനത്തെ സ്റ്റേഷൻ കാർവാറല്ല, അസ്നോട്ടിയാണെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മൾ ഗോവയിലേക്ക് പ്രവേശിക്കും. അത് നമ്മളിപ്പോൾ സ്വീറ്റ് കോച്ചിലാണുള്ളത്. ട്രെയിനിന്റെ പകുതി ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത സ്റ്റേഷൻ ഉടനെ എത്തുന്നതാണ്. അമ്പരചുംബികളായ ബിൽഡിങ്ങുകളൊന്നുമില്ലാത്ത വിജനമായ കാടുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ചേട്ടന്മാർ ബൈക്കിൽ നിൽപ്പുണ്ട്. റൂൾസ് ഒക്കെ ഒബേ ചെയ്യുന്ന ഒരു ജനക്കൂട്ട സമൂഹത്തെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കന്നഡയിലും എഴുതിയിട്ടുണ്ട്, അപ്പുറത്തെ ആകാശം മച്ചിലുണ്ട്. നീലക്ക് മച്ചിൽ വന്ന പോലെ കാടിന് മരങ്ങളുണ്ട്. സോ കർണാടകയിലെ നമ്മുടെ അവസാനത്തെ സ്റ്റോപ്പായിട്ടുള്ള കാർവാറിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വിത്തിൻ അവേഴ്സ്, അല്ല അരമണിക്കൂർ. സോ ഇതോടുകൂടി നമുക്ക് കർണാടകയിൽ സ്റ്റോപ്പ് അവസാനിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് അസ്നോട്ടി എന്ന് പറയുന്ന സ്റ്റോപ്പും കൂടെ ഉണ്ട്. ബട്ട് അവിടെ സ്റ്റോപ്പല്ല, ലൈക്ക് ഒരു സ്റ്റേഷൻ മാത്രമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് മഡ്ഗാവ് ജംഗ്ഷൻ ആയിരിക്കും. ഇവിടെ അസനോട്ടിയിൽ നമുക്കൊരു അൺഷെഡ്യൂൾഡ് ഹോൾട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ട്രെയിനിൻ്റെ ക്രോസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സോ അസ്നോട്ടി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇവിടെ പറയുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ സ്റ്റോപ്പ് ഇല്ല, ബട്ട് എന്നിരുന്നാലും ആ ക്രോസിങ്ങിനുണ്ട്. മുംബൈ മാംഗ്ലൂർ സെൻട്രൽ ട്രെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേ കർണാടക ഭാഗം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഈ ഒരു ടണൽ നമ്മൾ കയറുന്നുണ്ടോ, ഇതോടുകൂടി കർണാടക അവസാനിച്ചു. ഈ ടണൽ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഗോവയാവുന്നതാണ്. വെൽക്കം ടു ഗോവ. ടണലോട് കൂടി നമ്മൾ
കർണാടക ടാറ്റ പറഞ്ഞ് ഇപ്പോൾ ഗോവയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സോ ഗോവയിലെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ലോലിയെ എന്ന് കൊങ്കൺ മറാഠി ലാംഗ്വേജിൽ പറയും. ലൊളിയം എന്നുള്ളത് അതിൻ്റെ ഐ തിങ്ക് ഇതിൻ്റെ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ കൊങ്കണി മറാഠിയിലൊക്കെ ലോളിയെ എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷിൽ നിന്ന് ലോലിയം. ഓക്കെ, സോ കായൽ പോലൊരു സ്ഥലമുണ്ട്, ആ കായലിനപ്പുറം ബീച്ചാണ്. ഗോവയും കണ്ട് ഗോവയിലെ ബീച്ച് കിട്ടും. ഇത് രസമാണ് ഇവിടെ കാണാൻ. ഏകദേശം മഡ്ഗൗൺ എത്താറായി. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്, നല്ല രസമുണ്ട് കാണാൻ, അടിച്ചു പെയ്യുന്ന മഴയാണ്. നമുക്ക് പറ്റുമെങ്കിൽ ദൂദ്സാഗർ എന്നുള്ള ലൈനും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം. അതുകൊണ്ട് ഈ റൂട്ടാണ് ദൂദ്സാഗറിലേക്ക് പോകുന്ന റൂട്ട്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. സാധാരണ വണ്ടി ഇവിടെ വന്നിട്ട് ലോക്കോ റിവേഴ്സൽ നടത്തിയിട്ട് തിരിച്ച് ഇത് റൂട്ടിലാണ് പോകുന്നത്. നമ്മുടെ കുളയും വഴിയൊക്കെ പോവും, കാസൽ റോക്ക് വഴിയൊക്കെ പോയിട്ട് ദൂദ്സാഗർ എത്തിച്ചേരും. ദൂദ്സാഗറിലൊക്കെ ഈ മഴയത്ത് ചെന്നാൽ നല്ല രസമായിരിക്കും. ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ കുളിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ദൂദ്സാഗർ ലൈനായിട്ട് ജോയിൻ ചെയ്ത് ഇപ്പം മഡ്ഗൗൺ ജംഗ്ഷനിലേക്ക് എത്താൻ പോവുകയാണ്. ഔട്ടറിൽ എത്തിയിട്ടുണ്ട്. വിത്തിൻ മിനിറ്റ് നമ്മൾ മഡ്ഗൗൺ ജംഗ്ഷനിൽ എത്തുന്നതായിരിക്കും. സോ മഡ്ഗൗൺ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഗോവയുടെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് മഡ്ഗൗൺ ജംഗ്ഷൻ. പ്ലാറ്റ്ഫോം ഇപ്പുറത്തല്ല വരുന്നത്, അപ്പുറത്തോട്ടാണ്. അവിടെ നമുക്കൊരു ഡെക്കാൻ എക്സ്പ്രസ് കിടപ്പുണ്ട്. ജനശതാബ്ദി ആയിട്ടും റേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെ വന്ദേ ഭാരത് ഇതുകൊണ്ട് നിൽക്കുന്നു. ഓ അടിപൊളി, ബോണസ്, സൂപ്പർ. വന്ദേ ഭാരത്, അതെന്ത് വന്ദേ ഭാരത്? അതെനിക്കൊന്ന് മഡ്ഗൗൺ മുംബൈ വന്ദേ ഭാരത് ആണെന്നാണ് തോന്നുന്നത്. എന്താ സോ അത് ഇവിടുന്ന് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് വരെ പോകുന്ന ട്രെയിനാണ്. വളരെ ബ്യൂട്ടിഫുൾ റൂട്ടിൽ കൂടെയാണ് ഇത് പോകുന്നത്. സോ ഗൈസ്, നമ്മൾ ഫൈനലി ഗോവയിലെ മഡ്ഗൗൺ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല മഴയുണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. സോ ട്രെയിൻ ഇവിടെ 10 മിനിറ്റാണ് ഹോൾട്ട്. 10:50 വന്നിട്ട് 11 മണിക്ക് പോകാനാണ് ഇവിടുത്തെ ഷെഡ്യൂൾഡ് പ്ലാൻ. പക്ഷേ ട്രെയിൻ 10:45 വന്നു. സോ 5 മിനിറ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടി. മഡ്ഗൗൺ എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാൻ കാരണം ഇവിടെ നമുക്ക് ദൂദ്സാഗറിലേക്കൊരു റൂട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വരുന്ന ലൈനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് കാർവാർ വഴി മഡ്ഗൗണിലേക്ക് വന്നിട്ട് ഇനി മഡ്ഗൗന്ന് നമ്മൾ നേരെ രത്നാഗിരി റൂട്ടിലോട്ട് പോവും. ഇത് കൂടാതെ നമ്മൾ വന്ന വഴിയിൽ നിന്ന് തന്നെ തിരിച്ച് കാസൽ റോക്ക്, കുളയം കാസൽ റോക്ക്, ദൂദ്സാഗർ ആ റൂട്ടൊക്കെ വഴി ഹുബ്ബളിയിലോട്ട് പോകുന്ന വേറൊരു റൂട്ടുണ്ട്. അത് ആക്ച്വലി നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഒന്ന് തന്നെയായിരിക്കും. അത് വേറൊരു ദിവസം നമുക്ക് പോയി എന്തായാലും കവർ ചെയ്യാം. ഹായ്, നമ്മുടെ ഫ്രണ്ട്സാണ് ഇവിടെ. അങ്ങനെ മഡ്ഗൗവിനോട് വിട പറഞ്ഞിരിക്കുകയാണ് നമ്മൾ. സോ കറക്റ്റ് 11 മണിക്ക് തന്നെ മഡ്ഗൗന്ന് എടുത്തിട്ടുണ്ട്. സോ ഡിപ്പാർച്ചറൊക്കെ എല്ലാം ഏകദേശം കറക്റ്റ് ടൈമിങ് തന്നെയാണ്. ഏകദേശം നല്ല കൃത്യം 11 മണിന്ന് വെച്ചാൽ
11 മണിക്ക് തന്നെ ഡിപ്പാർച്ചർ ഉണ്ട്. സോ അതുകൊണ്ട് ടൈമിങ്ങിന് എന്തൊരു ലാഗൊന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ ഈ ട്രെയിൻ കൃത്യത പാലിക്കുന്നു. സോ നമ്മൾ ഗോവയിലെ അടുത്ത സ്റ്റോപ്പിലെത്തിക്കുകയാണ്, കർമളി. സോ കർമളി എന്ന് പറഞ്ഞ ഈ സ്റ്റേഷൻ ഗോവയിലാണ് വരുന്നത്. മറാഠിയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയ നെയിം ബോർഡാണ് നിങ്ങൾ കണ്ടത്. മഡ്ഗാവും കഴിഞ്ഞിട്ട് നമുക്ക് കർമളിയിലാണ് സ്റ്റോപ്പ് ഉള്ളത്. സോ ഇത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് തന്നെയാണ്.